ഇന്നാ കല്യാണത്തിന് പോകണ്ടേ? വൈകിട്ട് ഞാൻ വരുമ്പോ വൈകും. ഗോപിയുടെ മാരേജിന് നീ പോയാൽ മതി. നിങ്ങളില്ലാതെ ഞാനെങ്ങനെയാ പോകുന്നത്? കല്യാണ മണ്ഡപത്തിന്റെ മുമ്പിൽ കാർ നിർത്തുക, പതുക്കെ ഡോറ് തുറക്കുക, വലതുകാൽ വെച്ച് ഇറങ്ങുക. മതി കളിയാക്കിയത്. അല്ല പിന്നെ എങ്ങനെയാ പോകുന്നതെന്ന്. ഞാനില്ല സരസ്വതി ഒറ്റയ്ക്ക് എങ്ങും പോയിട്ടില്ലേ? ആ, രവിക്കുന്ന കോളേജില്ലല്ലോ, അവനെയും കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. ആ രവി, വൈകുന്നേരം നീ എങ്ങും പോയിക്കളയരുത്. എന്താ മമ്മി? നമ്മുടെ ഗോപിയുടെ മാരേജിന് പോകേണ്ടതാ. ഞാൻ വരണോ മമ്മി? ഡാഡി ഉണ്ടാവില്ല, നീ തന്നെ വരണം. ആ മമ്മി, ഗീതയെ വിളിച്ചോണ്ട് പോയ പോരെ? എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്. നിന്നെ വിളിച്ചോണ്ട് പോകാനാ ഡാഡി പറഞ്ഞിരിക്കുന്നത്. നിനക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഡാഡി വിളിച്ച് അയ്യോ, പറയും. അത് വേണ്ട, ഞാൻ തന്നെ വരാം. ആ, അങ്ങനെ വഴിക്കുവാ. ഹലോ, രവിയേട്ടനോ? അതെ, ശ്രീമാൻ തന്നെ. അപ്പോഴേ ഇന്നത്തെ ഈവനിങ് പ്രോഗ്രാം നടക്കില്ല. അത് പറ്റില്ല. എന്താ രവിയേട്ടാ ഇത്? ഞാൻ ഇന്ന് വൈകുന്നേരം. ഹലോ, റോങ് നമ്പർ. ആരാ? അത് റോങ് നമ്പറാ മമ്മി. നമ്മുടെ നമ്പറും വേറൊരു നമ്പറും തമ്മിൽ കൺഫ്യൂഷനാ. 33663 33366. ഹലോ, കൊച്ചു കള്ളി. സ്റ്റുപ്പിഡ്. സോറി, റോങ് നമ്പർ. ഹലോ, ഞാനാ രവിയേട്ടാ. പേടിച്ചു പോയല്ലേ? മമ്മിയാ ഫോൺ എടുത്തത്. മനസ്സിലായി. ഹലോ, റോങ് നമ്പർ. ഐ ലവ് യു. വാട്ട് യു സേ? സോറി, റോങ് നമ്പർ. നത്തിങ് ടു സേ. ഐ ലവ് യു. ഐ ലവ് യു രവിയേട്ടാ. സാറിന് കഴിക്കാൻ എന്തെങ്കിലും? നിവർന്നേക്കടാ. നീ ഇപ്പൊ എന്നെ കൂടുതൽ ബഹുമാനിക്കൊന്നും വേണ്ട. ഞാൻ പഴയ പോലീസ് ഇൻസ്പെക്ടർ ഫിലിക്സ് ജോസഫ് അല്ല. എന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിവരം നീ അറിഞ്ഞു കാണില്ല. മനസ്സിലായോടാ? നമസ്കാരം സർ. നമസ്കാരം. ഇതാര്? കുറുപ്പോ? ഇരിക്കണം കുറുപ്പേ. കുറുപ്പിന് എന്റെ പേരിൽ ഒരു ലാർജ്. എനിക്കും. അയ്യോ വേണ്ടായിരുന്നു. ഓ, ഞാനിപ്പോ തൊഴിലൊന്നും ഇല്ലാത്തവനല്ലേ, അതുകൊണ്ട് പൈസക്ക് ബുദ്ധിമുട്ട് കാണുമെന്നായിരിക്കും തന്റെ വിചാരം. എടോ കുറുപ്പേ, ജോലിയൊന്നും എടുക്കാതെ തന്നെ എനിക്കും എന്റെ സന്തതി വരുമ്പോഴേക്കും തിന്നാൻ വേണ്ടത്ര സമ്പാദിച്ചിട്ടിട്ടാണ് പാവം എന്റെ മൂപ്പിലാൻ പോയത്. തനിക്കറിയാമോ, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നത് നാടിനെ സേവിക്കാനാ, അല്ല പണത്തിന് വേണ്ടിയിട്ടല്ല. നേരെ 2 ലാർജ്. അല്ലേ വേണ്ട, ഒരു പയന്റ്. ഇതുകൂടി അടിക്കൂ ഉറപ്പേ. ചുമ്മാ അടിക്ക്. ബോട്ടം ടോപ്പ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ആണുങ്ങളെ പറ്റത്തില്ല കുറുപ്പേ. റബ്ബർ പോലെ വളയുന്ന നട്ടലിലുള്ളവർക്കും കാക്കിയുടുപ്പിന്റെ ലേബൽ കൈക്കൂലി വാങ്ങിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒന്നാ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. 100% ശരിയാ. അല്ല കുറുപ്പേ, എനിക്കൊരു സംശയം.
ഈ പോലീസ് എന്തിനു വേണ്ടിയുള്ള? പോലീസ് പോലീസ് എന്ന് പറഞ്ഞാൽ മന്ത്രിമാരും ഗവർണർമാരും ഒക്കെ വരുമ്പോ അവരുടെ ദേഹത്തൊരു പോർല് പോലും കേൾക്കാതെ നോക്കാനുള്ള നാടൻ സെക്യൂരിറ്റി സേന. എന്താ അങ്ങനെയല്ലേ? അല്ല, പോലീസ് എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടാൽ ശിക്ഷിക്കാനുള്ളവരാ. കുറ്റം ചെയ്യുന്നവനെ അടിക്കണം, എന്നാലേ കുറ്റം തെളിയൂ. കുറ്റം ചെയ്യാത്തവനെ ഞാൻ അടിച്ചിട്ടില്ല. ഒരു ദിവസം കുറ്റം ചെയ്യാത്തവരത്തിനെ ഞാൻ അടിച്ചു. അവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവനോട് മാപ്പി ചോദിച്ചു. എടോ കുറുപ്പേ, നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പോലീസുകാരൻ അങ്ങനെ ചെയ്ത് കാണുമോ? കാണില്ല. പക്ഷെ ഞാനത് ചെയ്തവനാ. അതാണ് ഫിലിക്സ് ജോസഫ്. എന്നിട്ടും എന്നെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നോക്കിയേക്കാ ഒഴിച്ചു കൊടുക്കണോ നായരെ? അതിന്റെ വേണ്ട, ലാർജ് മതിയായിരുന്നു. അടിക്കടോ കുറുപ്പേ. ജീവിതത്തിൽ ഓർമ്മിക്കാനും ഓമനിക്കാനുമായി ഇതൊക്കെ ഉണ്ടാവൂ. അത് ശരിയാ. അല്ല, ജോസഫിന്റെ ക്ലാസ് കാലിയാക്കില്ലല്ലോ. കൂട്ടുകാരെ സൽക്കരിക്കുക, അവരുടെ സന്തോഷം കാണുക, അതാണ് എനിക്ക് വേണ്ടത്. താൻ ഇതും കൂടെ പിടിപ്പിച്ചേ. കുറുപ്പ് ആള് കൊള്ളാമല്ലോടോ. ഒറ്റയടിക്ക് താൻ അകത്താക്കില്ല. ഞാനങ്ങനെ, എനിക്ക് തൊട്ടും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഒറ്റ വലിക്ക് സാധനം. അതെന്റെ ഒരു സ്റ്റൈലാ. ഇതുകൂടെ പിടിപ്പിര്. ഇനി ഞാൻ അടിച്ച പെശക. ഒരു പെശകവും ഇല്ലടോ കുറുപ്പേ. താൻ ധൈര്യമായിട്ട് അടിക്ക്. കുടിച്ചു കഴിഞ്ഞ് എല്ലാവരും ശിശുക്കളാ. അപ്പോഴേ യഥാർത്ഥ മനുഷ്യനെ കാണാൻ കഴിയൂ. മോനെ എന്റെ ഭാരതി, മോനെ എന്റെ ഭാരതി. കുറുപ്പേ, എന്ത് പറ്റി? അതെ, എന്റെ ഭാര്യ ഭാരതി. അവള് മരിച്ചുപോയി. അവള് പോയി, പുക പോലെ പോയി. എനിക്ക് ആരുണ്ട് മോനെ? എനിക്ക് അവളെ കാണണം. എടോ നായരെ, എന്താണ് കുറുപ്പ് പറയുന്നേ? അയ്യോ, അതെപ്പോഴും അങ്ങനെ. കുറച്ച് കൂടുതലകത്ത് ചെന്ന് അപ്പ തുടങ്ങും ഭാര്യ മരിച്ചുപോയി. മനുഷ്യനെ മെനക്കെടുത്ത. അവള് പോയി, അവള് പോയി. ഇല്ലെന്നേ? ഇല്ല, അവള് മരിച്ചുപോയി. ഇല്ലെന്നേ? അവളെ തെക്കേ പറമ്പിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഒന്ന് കാണണം. ചോന്നോണ്ട് പോണോ? എന്റെ ഭാരതി പോയി. ഒന്ന് എഴുന്നേറ്റ്. ഭാരതി, നീ എന്നെ വിട്ടുപോയല്ലോടി. നോവല് ശ്രീദേവിയുടെ വീടല്ലേ? അല്ല, വിജയലക്ഷ്മിയുടെ വീടാ. സോറി, ഞാനൊന്ന് കാണാൻ വന്നതായിരുന്നു. ഇരിക്കൂ. എന്താ വിശേഷിച്ച്? ഞാൻ മാഡത്തിന്റെ ഒരു ആരാധകനാണ്. മാഡത്തിന്റെ എല്ലാ നോവലുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. മരണത്തിന്റെ ചിറകിൽ, ഞാനെന്ന പക്ഷി, പ്രേമം വാചാലമാണ്. അവസാനം പറഞ്ഞ നോവൽ എന്റേതല്ല, പ്രിയയുടേതാണ്. കറക്റ്റ്. എനിക്ക് തെറ്റിപ്പോയി. അല്ല, ഈ നോവലുകളും കഥകളും ഒക്കെ എഴുതുന്നത് സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നാണോ? അങ്ങനെയൊന്നുമില്ല. നരേണമേ, ചായ.
അവിടെ ഇല്ലേ? അവര് മീൻ മുറിച്ചോണ്ടിരിക്കുകയാണ്. മകളായിരിക്കും. അതെ, കൊടുക്ക്. നീ അകത്തേക്ക് പൊയ്ക്കോ. ആ, പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഈ സാഹിത്യത്തിലും കഥയിലും ഒക്കെ അല്പം ടാലന്റ് ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. കഥ എങ്ങനെ ആരംഭിക്കണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നതിനെ കുറിച്ച് ഒരു സ്റ്റഡി ക്ലാസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, മാഡം ഇപ്പോൾ തിരക്കിലാണെന്ന് എനിക്കറിയാം. പിന്നെ പിന്നെ ഒരു ദിവസം ഞാൻ വരാം. വരട്ടെ. ഭാരതി, ഭാരതി, നീ എവിടെ എന്തെടുക്കാടി? കണ്ടൂടെ, സ്ഥിരം എഴുതുന്ന തന്നെ, സ്ഥിരം പങ്ക്തി. എന്ത് ഭക്തിയാടി? ഭക്തിയേക്കാളൊക്കെ എപ്പോഴും നല്ലത് ഭർത്തൃഭക്തിയാ. കുട്ടിയെങ്കിലും കിട്ടുമല്ലോ. എന്തൊക്കെ നോണയാടി നീ എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഡോക്ടറുടെ പങ്ക്തി. ഡോക്ടർ സംസാരിക്കുന്നു. കൊള്ളാം. CK സുമം, പള്ളത്താനം. ചോദ്യം: ഡോക്ടർ, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹം എനിക്കും എന്റെ ഭർത്താവിനും അതിയായുണ്ട്. ഞാൻ ഇതുവരെ ഗർഭിണിയായിട്ടില്ല. ഞങ്ങൾ പല ഡോക്ടർമാരെയും കണ്ടു. 2 പേർക്കും ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പിന്നെ എന്താണ് ഡോക്ടർ ഞാൻ ഗർഭിണിയാകാത്തത്? ഉത്തരം: ചോദ്യോത്തരം നീ തന്നെ എഴുതാണോ? എടി, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 20 കൊല്ലമായി. ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടില്ല. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത നീയാണോ 2 കൊല്ലം വിവാഹം കഴിച്ചവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ എന്നെ ഒന്ന് എഴുതിയെടുക്കാൻ സമ്മതിക്കില്ല അല്ലേ? നാശം. ഉത്തരം എന്താണെന്ന് നോക്കട്ടെ. ആരോഗ്യം മാത്രം ഉണ്ടായാൽ പോരാ, ലൈംഗികമായ പരിജ്ഞാനവും വേണം. അത് നീ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോടി. അല്ല, നിന്നെന്താ പറയുന്നേ? ഈ ചവറുകളൊക്കെ വാങ്ങിച്ച് വായിക്കുന്നവനെ തല്ലണം. ഡോക്ടർമാരുടെ പേരും പറഞ്ഞ് ഓരോന്നൊക്കെ എഴുതിവിടുന്ന ഈ ചവറ് വായിച്ചാൽ ഉള്ള ഗർഭവും കലങ്ങും. ഒരടുക്കും കിട്ടിയില്ല. അയ്യോ സാറേ, ഒന്ന് നിന്നേ. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താടാ കുഴയുന്നേ? എന്റെ കല്യാണം ഫിക്സ് ചെയ്തു. പുഷ്പാകത എന്തോ? അത് നിനക്ക് കല്യാണം കഴിക്കാൻ പ്രായമായില്ലടാ. അയ്യേ, ഒന്ന് പോ സാറേ. അതെ, നീ കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? എല്ലാം അറിഞ്ഞിട്ടാണ് ഓരോരുത്തർ കല്യാണം കഴിക്കുന്നത്. ഇപ്പോഴും കൊച്ചുകുട്ടികളുടെ സ്വഭാവം മാറിയിട്ടില്ല. പിന്നെ എങ്ങനെയാടാ? സാറിനത് പറയാ. കൊച്ചുകുട്ടികളുടെ മനസ്സാണെങ്കിലും എന്റെ ശരീരത്തിനൊക്കെ വലിയ ആളുകളുടെ വളർച്ചയാ. അട്ടെ, എപ്പോഴാ അതിന്റെ കല്യാണം? മുഹൂർത്തം 11:30. അടുത്ത മാസം 25-ാം തീയതി വ്യാഴാഴ്ച. അപ്പൊ അതുവരെ നീ എന്ത് ചെയ്യും? ഇത്രയും ദിവസം നീട്ടി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? കല്യാണം നിശ്ചയിച്ചാൽ പിറ്റേന്ന് നടത്തണം. ഇല്ലെങ്കിൽ മെന്റൽ ടെൻഷനാ. മൈ ലൈഫ് ഈസ് സോറോഫുൾ. എന്താ സോറോഫുൾ? ഓ അയ്യോ സാറ്, പിന്നെ എനിക്കറിയാം. കുറുപ്പാ, അതൊരു അവിടെ വരും. താനിങ്ങോട്ട് വന്നേ.
എന്താ കാര്യം? ഇരിക്കെ. ശ്രീദേവിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. ആ. ചാക്യാട്ടെ മാധവമേനോന്റെ മകൻ രാജഗോപാൽ. ഈസ് ആൻ എഞ്ചിനീയർ. താൻ അറിയും, നമ്മുടെ ഒരു ക്ലൈന്റ് ആണ്. പിന്നെ മാധവൻ തന്നെ ഞാൻ അറിയില്ലേ. ഈ വെക്കേഷനിൽ നടത്തിയാൽ എന്താണെന്നാണ് എന്റെ ആലോചന. നമുക്ക് ആലോചിക്കാം. പെൺകുട്ടികൾക്ക് അധികം വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല. അതിരിക്കട്ടെ, താൻ ഈ കാര്യം വിജയലക്ഷ്മിയോട് പറഞ്ഞു? അവളോട് പറഞ്ഞാൽ ആ, അതാ ഞാൻ പറഞ്ഞത്. താൻ ആദ്യം വിജയലക്ഷ്മിയോട് ആലോചിക്കുക. അത് കഴിഞ്ഞ് സീതയോട് പറഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാമെന്നേ.